നമസ്കാരം. റിയൽ ന്യൂസ്. കിനാലൂർ ഗവൺമെൻറ് യു പി സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കെ.എം. സച്ചിൻ ദേവ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗിരിജ ടീച്ചർ, അബ്ദുൽ ഗഫാർ മാസ്റ്റർ, സിദ്ദിഖ് മാസ്റ്റർ എന്നിവർക്കുള്ള ഉപഹാരം എം.എൽ.എ. ചടങ്ങിൽ വെച്ച് കൈമാറി. LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയായിരുന്നു പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. കിനാലൂർ ഗവൺമെൻറ് UP സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും കലാരവം 2024 എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കെ.എം. സച്ചിൻ ദേവ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കാൻ, വിദ്യാർത്ഥികളുടെ അക്കാഡമിക് മികവിനെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധവും വൈവിധ്യവുമാർന്ന നിരവധി പ്രവർത്തന പദ്ധതികളാണ് നമ്മുടെ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. ആ പ്രവർത്തനങ്ങൾ ഭംഗിയായി ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും എല്ലാം കഴിയാകുന്ന അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം അടങ്ങുന്നൊരു ടീം ഈ സ്കൂളിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം വിജയകരമായി ഏറ്റെടുക്കാൻ നമുക്ക് ഏറ്റവും വലിയ കരുത്തായി മാറുന്നത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗിരിജ ടീച്ചർ, അബ്ദുൽ ഗഫാർ മാസ്റ്റർ, P. സിദ്ദിഖ് മാസ്റ്റർ എന്നിവർക്കുള്ള ഉപഹാരം എം.എൽ.എ. കൈമാറി. പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടിക്കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. കേളുകുട്ടി മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് വിതരണം വൈസ് പ്രസിഡന്റ് EV ഖദീജക്കുട്ടി നിർവഹിച്ചു. പ്രധാന അധ്യാപിക KB ശ്രീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ഉപഹാരം നൽകി അനുമോദിച്ചു. വാടകം ഇസ്മയിൽ രാരോത്ത്, R. കബീർ, ബാബുരാജ് അമ്പാടി, ഇസ്മായിൽ MT, കോട്ടയിൽ മുഹമ്മദ്, VK മോഹനൻ, പ്രജീഷ് കിനാലൂർ, വിനോദ് KC, ഐശ്വര്യ സ്റ്റാഫ് സെക്രട്ടറി ഷൈനി ടീച്ചർ, അമൻ ഫാദിൽ സ്കൂൾ ലീഡർ, സ്വാഗത സംഘം ചെയർമാൻ MP ദേവദാസ്, PTA പ്രസിഡന്റ് PK രംഗീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.